അങ്ങനെയൊക്കെ ഇവരെ കൃപയിൽ കൊണ്ടുവന്ന പൗലോസ് ഇപ്പോഴത്തെ ഇവരുടെ പോക്കും രീതിയും ഒക്കെ കണ്ടു പറയാ, ഭയമായി എനിക്കിപ്പം നിങ്ങളുടെ പോക്ക് കണ്ടിട്ട്. അതിന്റെ കാരണം എന്നാന്ന് 10-ാം വാക്യത്തിലുണ്ട്. 10, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം പ്രമാണിക്കുന്നു. നിങ്ങളെ വിട്ടതെല്ലാം ഉപേക്ഷിച്ചതൊക്കെ പിന്നെ ആചരിക്കാൻ തുടങ്ങി. പണ്ട് നിങ്ങളിതെല്ലാം വിട്ടതല്ലേ? പഴയ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, മാമൂലുകളെ, പിന്തുടർച്ചകളെ, ഉത്സവങ്ങളെ, യോബേൽ സംവത്സരം, പൂരീമ്, മറ്റു ഒത്തിരി ഉണ്ടല്ലോ. പുതിയ പ്രമാണം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, ആ പുതിയ കല്ലിൽ കൊത്തിയത് കൊല്ലുന്ന ശുശ്രൂഷയാ. ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാ. സ്തോത്രം. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മെ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മെ. അല്ലൽ കൂടാതെ തൻ്റെ തുല്യമില്ലാത്തതയ, അല്ലൽ കൂടാതെ ഇല്ലാതതയ്ക്കുള്ളിൽ കടത്തി പുതുവുള്ളം പകർന്നവൻ. ദേവജന സമാജമേ, നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. ആമേൻ. ദേവജന സമാജമേ, നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പി. അപ്പോൾ അക്ഷരത്തിന്റെ ശുശ്രൂഷ, കല്ലിക്കുത്തിയ ശുശ്രൂഷ, കൊല്ലുന്ന ശുശ്രൂഷ, അതിൽ നിന്നൊക്കെയാ ദൈവം നമ്മെ രക്ഷിച്ചത്. അപ്പൊ പൗലോസ് പറയും, അങ്ങനെയൊക്കെ വേർപാട് പാലിച്ച് വന്ന നിങ്ങൾ ഇപ്പൊ വിട്ടതെല്ലാം നിങ്ങളിപ്പം ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകൾ, ഇതെല്ലാം ഇപ്പം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ബർത്ത്ഡേ ആഘോഷിക്കുന്ന പെന്തിക്കോസുകാരുണ്ടല്ലോ, കേക്ക് മുറിക്കുകയും തിരികത്തിക്കുകയും കൈയടിക്കുകയും, പിന്നെ ചിലർ സേമിയ പായസം, മറ്റേത് ചില ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. അടപ്രഥമൻ സേമിയാകുമ്പോൾ ഇതെല്ലാം വരെ പോലിരിക്കുക, അടുത്ത കലക്ക് പാസ്റ്റർക്ക് 1 കപ്പ്. നിങ്ങളിതെല്ലാം പഴയതെല്ലാം ഇപ്പം പിന്നെ എടുക്കുക. ദൈവത്തെ സ്തുതിക്കേ, ദൈവത്തെ ആരാധിക്കേ. അനേക കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുമ്പോൾ, അനേക കുഞ്ഞുങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ ദൈവം നിങ്ങൾക്ക് തലമുറയെ തന്ന് ദൈവത്തിന് നന്ദി പറ. അല്ലെ ദൈവ കുഞ്ഞുങ്ങളെ വിളിച്ചൊരു പ്രാർത്ഥന നടത്ത്, ഗുണം വരികയല്ലേ. വേദപുസ്തകത്തിൽ 2 പേര് ബർത്ത്ഡേ ആഘോഷിച്ചു. നാടൻ ഭാഷ പറഞ്ഞാൽ 2 തല പോയി. ശോന്നോ, ഹെരോദാവിന്റെ ബർത്ത്ഡേ അന്ന് അമ്മയും മോളും കൂടെ ധാരണ വന്നു. മോള് കുച്ചിപ്പിടി വന്ന് പുള്ളിയുടെ ഉച്ചയിൽ അങ്ങ് പിടിച്ചു. അമ്മമാരോട് പറയാം, ഇവിടെ പറഞ്ഞിട്ട് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. പെൺപിള്ളേരെ ഡാൻസിനും കൂത്തുകാഴ്ചയ്ക്കും വിടരുത്. പെന്തിക്കോസുകാരുടെ വചനം പഠിപ്പിച്ചു കൊടുക്കണം. സൺഡേ സ്കൂളിൽ വിടണം. തിരുവചനമകത്ത് കയറട്ടെ. അമ്മമാരോട് പൗലോസ് ചില ഉപദേശം പറഞ്ഞ് 7 കൂട്ടം കാര്യം പെൺപിള്ളേരെ പഠിപ്പിക്കണമെന്നാ തീത്തോ ഒന്ന് വായിച്ചത്. ഏതായാലും തീത്തോസ് 2:1 മുതൽ വായിര്. 7 കൂട്ടം കാര്യം അവിടെ പരാമർശിക്കുന്നത്. അറിവുള്ളതെങ്കിലും കൈ കിട്ടിയല്ലേ ഉത്തരവെണ്ണത്തിന്. ഒന്ന് വായിര്. ഏതായാലും വാതിക്കാൻ ആളിരിക്കുക, ആരെയും വെളിയിലോട്ട് ഇറക്കരുത്, വിടരുത്. അവിടെ ഇരുന്നോണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാതിൽ കാവൽക്കാരായിരിക്കുന്ന എനിക്കേറെ അവിടെ ഇരിക്കുക, എല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ വായിര്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവമുള്ളവരും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും. വൃദ്ധമാരും, അമ്മമാരുടെ കാര്യമാ വൃദ്ധമാർ, അങ്ങനെ തന്നെ നടപ്പിൽ യോഗ്യമാരും. വായിച്ചോ. പവിത്ര യോഗ്യമാരും, ഏഷണി പറയാത്തവരും, വീഞ്ഞന്. അടുത്തത്, ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ശ്രദ്ധിക്ക്. അമ്മാമേ,
യൗവന മനസ്സിലായി. അമ്മാമ്മയിൽ 1 വെടിക്കുള്ളതൊന്നും അല്ല, ഒരു 9 വെടിക്കുള്ളതുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കേട്ടതാ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും. മോനെ മൈക്ക് കൊടുക്കും, മോനെ മൈക്ക് അങ്ങോട്ട് കൊടുക്ക്, അവിടെ മൈക്ക് കൊടുക്ക്. ഇന്നലെ കൊടുത്തല്ലയോ? സുബോധവും ഒന്നോട് വായിച്ച വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ. മുകളിലത്തെ വാക്യം വൃദ്ധമാർ, മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അമ്മമാർ. താഴത്തെ വാക്യത്തിൽ യൗവനക്കാരത്തികളെ, മനസ്സിലാകാൻ പറഞ്ഞ പെൺപിള്ളേരെ. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ മക്കളെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. 7 കൂട്ടം കാര്യം. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് ശീലിച്ചെന്നല്ല ശീലിപ്പിച്ചെടുക്കണം. അപ്പൊ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം മതേസ് പ്രയറില്ലേ ഒക്കെ ശീലിപ്പിച്ചെടുത്തോണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. ഒക്കെ എന്തെങ്കിലും എന്നെയും കൂടെ ഒരു യോഗത്തിന് വിളിക്ക്. സ്തോത്രം. അപ്പോൾ അമ്മമാര് പെൺപിള്ളേരെ 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണം. 1 ഭർത്തൃപ്രിയമാർ, 2 പുത്രപ്രിയമാർ, 3 സുബോധം, 4 വീട്ടുകാര്യം നോക്കുന്നവര്, 5 പാരവൃത്യം, 6 ദയ, 7 ഭർത്താക്കന്മാർക്ക്. ഒരുമാതിരിപ്പെട്ടതെല്ലാം പേടിച്ചാ ജീവിക്കുന്നത്. സ്തോത്രം. വേദപുസ്തകത്തിൽ ഒരു പദമുണ്ട്, മാന്യ സ്ത്രീകൾ. അതെന്തുകൊണ്ട് എല്ലായിടത്തുമുണ്ട്, ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഇന്നത് പറയുന്നില്ല, നാളെ ആട്ടെ, നമ്മുടെ വിഷയം വിട്ടുപോകും. 7 കൂട്ടക്കാരെ ശീലിപ്പിക്കണം. അതിൽ നന്നായി പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ഒരു കാര്യം എടുക്കാം. അപ്പം വലിയ ഉടക്ക് വരാത്തൊരു കാര്യം പറയാം. വീട്ടുകാര്യം നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പറയാം, അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെയും കൂടെ. ഇവിടെ നിന്നും ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. വെക്കാനും വിളമ്പാനും തൂക്കാനും കഴുകാനും അരിയാനും പെറുക്കാനും ഒക്കെ അമ്മ മോളെ. നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കും. ഇവിടെ അത്ര പ്രസക്തിയില്ല. പിന്നെ ഇത് എല്ലായിടത്തും ഇടുന്നതുകൊണ്ട് കേട്ടോട്ടെ. സ്തോത്രം. അങ്ങനെയൊക്കെ അടുക്കള കയറുമ്പം വെക്കാനും വിളമ്പാനും അരിയാനും ഒക്കെ അമ്മ പഠിപ്പിച്ചാൽ, അങ്ങനെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളാ. ഇവരെ വിവാഹം കഴിച്ചയക്കേണ്ടതാ. ഇതൊക്കെ പഠിപ്പിച്ച് മിടുകയാക്കി വിവാഹം കഴിച്ചയപ്പിച്ചാൽ അമ്മയ്ക്ക് അന്തസ്സായിട്ട് ബന്ധുക്കെ വീട്ടിൽ ചെല്ലാം. ഇല്ലേ പറയണം, വിളിച്ച് ഞാൻ നിന്നെ കാണും, ഞാൻ കാറിനകത്തേ ഇരിക്കുള്ളൂ, നീ വെളിയിലോട്ട്. മനസ്സിലാകാഴി എന്നെ അനുഭവിക്കുന്നതൊക്കെ ഒത്തിരി. പിന്നെ അന്തസ്സായിട്ട് ചെല്ലാം. അത്രയും പറഞ്ഞ് ഞാൻ ഭാഗം അങ്ങ് വിടുക. അപ്പൊ അമ്മമാര് ഇതെല്ലാം ശീലിപ്പിക്കണം. സ്തോത്രം. എന്താ വെച്ചാ ഞാനായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പിന്നെ തരാം, ഇച്ചിരി കഴിഞ്ഞ് തരാം. ഞാൻ വരുന്നുണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് എനിക്കിപ്പം ഭയം. നിങ്ങളിപ്പോൾ ആചാരങ്ങളും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളെല്ലാം നിങ്ങൾ പ്രമാണിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി,
അന്നേ ദിവസം ദൈവത്തെ സ്തുതിക്ക്. രണ്ടുപേരുടെ ദൈവപാദപീഠത്തിലിരിക്കെ. അനേകർ വിധവകളായപ്പോൾ, അനേക കുടുംബജീവിതം തകർന്നപ്പോൾ, അനേകർ നഷ്ടപ്പെട്ടപ്പോൾ, രണ്ടുപേർക്ക് ഇത്രത്തോളം ഒന്നിച്ച് പാർക്കാൻ ദൈവം ചെന്ന കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. ഇപ്പം വന്ന് ബന്ധുക്കോസുകാരും പോട്ടെ, പ്രായമുള്ളവരൊക്കെ ഇപ്പം സപ്തതി ഷഷ്ടി 60-70 ഇത് പിടിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നത്. ഒന്ന് നിർത്തിക്കുക, ഒരു കാര്യം പറയട്ടെ. നിർത്തിക്കുക മോനെ, നിർത്തിക്കുക മോളെ. അങ്ങോട്ട് തിരിക്കുക. എനിക്കാരെയും വിശ്വാസമില്ല. അങ്ങോട്ട് തിരിച്ചു. അതും അങ്ങോട്ട് തിരിച്ചേ മോളെ, പറഞ്ഞു കൊടുക്ക്. നിർത്തി. പച്ച കത്തി നിൽക്കുന്നല്ലോ. അച്ഛാ അത് നിർത്തിയോ? പിന്നെ പച്ച കത്തി നിൽക്കും. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ നിങ്ങളിത് പ്രമാണിക്കുന്നു. ഇത് പാടില്ല. വിട്ടതല്ല, നിങ്ങളിപ്പോ എടുക്കുകയില്ലയോ? അത് പാടില്ലെന്നായി പറഞ്ഞത്. അതാ സപ്തതി ഷഷ്ടിയും 60. ഇതെല്ലാം ഓരോ നിർത്തേ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നല്ല കാര്യത്തിനായി ചെയ്യുന്നെങ്കിൽ അത് ദോഷമായിട്ട് വരുന്നുണ്ട്. ഒരു ഉദാഹരണം, കെ എബ്രഹാം ഒരു പ്രസംഗം പ്രസംഗിച്ചു, പതാകയെപ്പറ്റി പരാമർശിച്ചു. രാഹുൽ ഈശോ പറഞ്ഞല്ലോ, അത് വിഷയമല്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി. അടുത്ത കാലത്തെ കർത്താവിൻ്റെ ദാസനെ എബ്രഹാം, അദ്ദേഹം ഒരു വാക്യം എടുത്ത് നമ്മളതിന് ശരിയോ തെറ്റോ എന്നുള്ളതിൽ ഇപ്പോഴത്തെ വിഷയം കണ്ടോ, വിവാദമായത് കണ്ടോ. വെറുതെ എന്തിനാ, എനിക്കിപ്പോൾ ആവശ്യത്തിന് വിവാദമുണ്ട്. പിന്നെ പ്രമാണത്തിലേക്ക് മടങ്ങി വാ, പ്രതിഷ്ഠയിലേക്ക് മടങ്ങി വാ, ആരംഭ അനുഭവങ്ങളിലേക്ക് മടങ്ങി വാ. സ്തോത്രം. ഇതിപ്പോ ഈ ഞാൻ കുറ്റം പറയുകയല്ല. എല്ലാരും പറഞ്ഞ് കുറ്റമാണെന്ന പുസ്തകം പഠിച്ചാൽ കുറ്റം പറഞ്ഞെന്നാ നിന്നെ കുറിച്ചൊരു അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. കുറ്റമുള്ളതുകൊണ്ടല്ലേ പറയാനേ. നല്ലതാ, ഇന്നലെ നല്ലതാ, നാളേക്ക് ലഭിക്കുന്നെങ്കിൽ അതും നല്ലതാ. അതുകൊണ്ടല്ലയോ ഷൗമേൽ സാറ് പാടിയില്ലയോ എലന്തൂരിലെ കോയിക്കല്ലത്തെ ഷൗമേൽ സാറ്, എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും
അന്യനല്ലവൻ. യേശു ഇന്നലെയും എന്നും എന്നും അന്യനല്ലവൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മുടെ കർത്താവ് എന്നും നല്ലവനാ. അതുകൊണ്ട് പ്രത്യേക ദിവസങ്ങളും മാസങ്ങളും ആചരിക്കാൻ അനുഷ്ഠിക്കുമൊന്നും വേണ്ട. നമുക്ക് എന്നും നമ്മുടെ കർത്താവ് നല്ലവനാ. എല്ലാ ദിവസവും സ്തോത്രം ചെയ്തോണം. നിങ്ങൾ ചെയ്യുന്നവരാ. ദൈവമേ, ഒരു പ്രഭാതം കൂടെ കാണുവാൻ കൃപ തന്നല്ലോ, ഇത്തരത്തിലൊരു സന്ധ്യയും കൂടെ കാണുവാൻ ഭാഗ്യം തന്നല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവി. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയും നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവി. ഞാനെപ്പോഴും പറയും, എനിക്ക് വേറെ പുസ്തകമൊന്നും അറിയത്തില്ല. ചില വിഷയങ്ങൾ സംസാരിക്കുക, അതിൻ്റെ ചില വാക്യങ്ങളൊക്കെ തിട്ടവന്നല്ലാതെ എനിക്ക് പുസ്തകമൊന്നും ശരിക്കറിയത്തില്ല. സ്തോത്രം. എന്നേക്കാൾ നന്നായിട്ട് അറിവും ജ്ഞാനമുള്ള ദൈവദാസം, പക്ഷെ ഇവർ പറയുന്നില്ല. അതാ എനിക്ക് സങ്കടം. ഇതുവല്ലോ എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ. സ്തോത്രം. എനിക്കറിയാം എന്ത് നല്ല വേദപുസ്തക ജ്ഞാനമുള്ള എന്നെ ഇവരിത് പറയാൻ തന്ന. പ്രസംഗിക്കാനെങ്ങനെ കേൾക്കും, കേൾക്കാനെങ്ങനെ വിശ്വസിക്കും. ഞാൻ ഇപ്പോഴത്തെ പുതിയ കുഞ്ഞുങ്ങളെ ഞാൻ പറയാനുണ്ട്, അവർക്ക് പലർക്കും അറിയാൻ പാടില്ല. എൻ്റെ പറഞ്ഞു കൊടുത്താൽ അവർ ശരിയാകും. പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ ഇത് മാസ്റ്റർമാർ പലതും പറയും. പണ്ടേ മന്ദകാലം കല്യാണം കഴിച്ചേച്ച് ഭാര്യയൊന്നും പേടിപ്പിക്കും. അയാൾ ഭാര്യ കാപ്പി കൊണ്ടുപോവാ, ചായ കൊണ്ടുപോവാ, മധുരം കുറച്ച് കൊണ്ടുപോവാ, കൂട്ടി. അവസാനം ഇവരെന്തിനാണ് തൊഴിക്കും, കാല് കാണിക്കും. ഭയങ്കരം കാലല്ലേ, ചേർത്തല കാല് മന്ദ. ഈ പാവം സഹോദരി കാല് കണ്ട് അന്തം വിട്ട് പോയി നിൽക്കുക. ഇയാളിതെങ്ങാനും ഇവിടുത്തെ ഒരു തൊഴി തൊഴിച്ചാ അതിനതിന് ഒരു ഭയത്തോടെ കാപ്പിക്ക് ചായക്ക് പറയുമ്പോൾ താളത്തിന് നിൽക്കുക. ആ പാവൻ സഹോദരി അങ്ങ് മരിച്ചു. വേറൊരു സഹോദരിയെ വിവാഹം ചെയ്തു. അവളും മിടുക്കിയായിരുന്നു. ഇയാൾ പഴയ തൊഴിലെടുത്തു. അതിൻ്റെ കാര്യം പറഞ്ഞ തൊഴിക്കും. അവർ പറഞ്ഞ് തൊഴിയോടെ ഒന്ന് പറഞ്ഞു. അന്നേരം അയാൾ ഇന്നിങ്ങനെ നിൽക്കുക. അവർക്കറിയാം ഇതിങ്ങനെ വണ്ണിച്ചിരിക്കുന്നതല്ലാതെ കാച്ചിനെ കാലുകൊണ്ട് ഒരുമാതിരിപ്പെട്ടതല്ല, ഇങ്ങനെ വണ്ണിച്ചിരിക്കുന്നല്ലാതെ. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യണം. ഇവിടെ അല്ല കൂലി, ഇവിടെ അല്ല കൂലി, കൂലിയും പ്രതിഫലവും ഒക്കെ അവിടെ. പിന്നെ എൻ്റെ ഭാഷയെ ദൈവദാസന്മാരുടെ കടം മേടിച്ച ഇവിടെ കിട്ടുന്നതൊക്കെ പ്രോത്സാഹന സമ്മാനമാണ്. ചെറിയ പ്രോത്സാഹനം തരുന്നത്, വീട് വണ്ടി ഇച്ചിരി നല്ല അതൊക്കെ പ്രോത്സാഹനമാണ്. അവിടെ കൂലിയും പ്രതിഫലവും അവിടെ ചെല്ലണം. എൻ്റെ ആഗ്രഹം ഇതേയുള്ളൂ, പ്രസംഗിക്കുന്ന ഞാൻ, എന്നെ കേൾക്കുന്നവരെല്ലാം അങ്ങ് കാണണം. ഒരു കുഞ്ഞുങ്ങൾ പോലെ കൈവിടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞു കൊടുത്താൽ ആൾക്കാർ ശരിയാകും. പല പിള്ളേർക്കും പല സഹോദരങ്ങൾക്കും അറിയത്തില്ല. അറിയാവുന്നവരൊട്ട് തീർത്ത് എങ്ങനെ പറയാനാ? ഇവർ ഉപദേശം പറഞ്ഞ അടുത്ത ചോദ്യം ചോദിക്കും, എടാ മോൻ എങ്ങനാന്ന് ചോദിക്കും, എടാ മോൾ എങ്ങനാ. അതുകൊണ്ട് പിന്നെ മിണ്ടായിരിക്കുന്ന നിങ്ങൾ പാമ്പിനെ പോലെ. സ്തോത്രം. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് സ്തോത്രം.